ദുഃഖങ്ങൾ നമ്മുടെ നാട്ടിൽ കിടക്കുന്നുണ്ട്. നിവാരണം കുഴപ്പം അവിടെ ഒന്നും സാധിക്കാത്തത് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അമ്മയുടെ കാരുണ്യാതിരേകം. അതാണ് അതിന് പ്രധാനമായിട്ട് പറയുക. ഈ ഭാഗവതാമൃതം ഇങ്ങനെ ഒഴുകാൻ സാധിക്കാം. അത് നിരന്തരം അതിൻ്റെ ശബ്ദങ്ങൾ, അതിൻ്റെ ശബ്ദവീഥികൾ അതിങ്ങനെ മുഴങ്ങുക ഈ അന്തരീക്ഷത്തിൽ. അതുകൊണ്ട് തന്നെ ഈ മഹാവിദ്യയായിരിക്കുന്ന ഹംസവിദ്യയായിരിക്കുന്ന ഈ ഭാഗവതത്തിൻ്റെ ശബ്ദങ്ങൾ കേട്ടാലേ മതി നമ്മുടെ ദുഃഖങ്ങൾ മാറി കിട്ടണം. അത് വേണ്ട മാതിരി കേൾക്കണമെന്ന് പറയാം. എന്തിനാണ് ഭാഗവതം കേൾക്കുന്നത് തന്നെ? സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീണം സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറ്റുക. ജനന മരണങ്ങളാകുന്ന സംസാരം അതല്ലേ നമ്മൾ അനുഭവിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതിനനുസരിച്ച് അടുത്ത ജന്മം നമുക്ക് കിട്ടുന്നു. അത് ഭംഗിയാണോ, പുലിയാണോ, സിംഹമാണോ, പൂച്ചയാണോ, മൂട്ടയാണോ എന്ന് അറിയില്ല. ഇനി അടുത്ത ശരീരം നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് കിട്ടിയതായിരിക്കുന്ന ഈ മനുഷ്യജന്മം കൊണ്ട് ബ്രഹ്മാവലോക ദർശനം ഉത്തമാപദേവാം എന്ന് ഭാഗവതം പറഞ്ഞു. ബ്രഹ്മദേവൻ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം 84 ലക്ഷം ജീവരാശികളെ സൃഷ്ടിച്ചു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിന് തൃപ്തി വന്നില്ല. ഒന്നിനും വിവേകമില്ല. ബുദ്ധിയിൽ വേണ്ട മാതിരി ചിന്തിക്കാനുള്ള കഴിവില്ല. വികാരം മാത്രമുള്ളൂ, വിചാരമില്ല. അങ്ങനെ കണ്ടപ്പോഴാണ് അദ്ദേഹം മനുഷ്യനെ സൃഷ്ടിച്ചത്. അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എന്തുണ്ടായി? ഉത്തമാപദേവ. അദ്ദേഹത്തിന് തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷം. എൻ്റെ സന്തോഷം വരാനുള്ള കാരണം മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. കേൾക്കുക മാത്രമല്ല, ക്ഷുണ്ണൻ വിഘടൻ വിചാരണ വരാം. വേണ്ട മാതിരി കേൾക്കുക മാത്രമല്ല, അതിനെ വിചാരം ചെയ്യാനും അതിനെ ജീവിതത്തിലേക്ക് പകർത്താനും സാധിക്കാം. അത് നമുക്ക് പറ്റുള്ളൂ. ആനയെ കൊണ്ട് നിർത്തിയിട്ട് എന്ത് പ്രയോജനം? ഭഗവതിയെ ആനയുടെ പുറത്ത് എഴുന്നള്ളിക്കാം. തിരുവാലത്തപ്പനെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കും. ആനയ്ക്ക് അറിയില്ലല്ലോ തിരുവാലത്തപ്പനാണ് എൻ്റെ തലയിലിരിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് എന്ത് പ്രയോജനം? നമുക്കങ്ങനെയല്ല. നമുക്കത് കാണുമ്പോൾ അറിയാം. തിരുവാലത്തപ്പനെ നമ്മൾ നമസ്കരിക്കാം. തുടങ്ങുന്നതല്ല, അല്ലാണ്ട് ആനയല്ല. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വിചാരം അല്ലെങ്കിൽ വികാരം അല്ലെങ്കിൽ ആ വേണ്ടതായിരിക്കുന്ന ബുദ്ധി എന്തിനുള്ളതാണ്? ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവാനാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനായിട്ട് തന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഈ സംസാരത്തിൽ നിന്ന് കരകയറണം. സംസാരപങ്ക നിർമ്മഗ്ന സംഹരണ പണ്ഡിത. അമ്മയുടെ നാമം തന്നെ അങ്ങനെയാണ്. സംസാരമാകുന്ന ചെറുക്കുണ്ടിലേക്ക് അണ്ടാണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ദുഃഖം എത്രയാണ് നമ്മൾ അനുഭവിക്കുന്നത് അല്ലേ? നമ്മൾ മാത്രമാണ് ദുഃഖം അനുഭവിക്കുന്നത്. ആരോടും പറയാതെ കൊണ്ട് നടക്കുകയാണ് നമ്മുടെ ദുഃഖങ്ങളൊക്കെ. നമ്മൾ പുറമെ ചിരിച്ച് കാണിക്കും, ഉള്ളിലാണ് ദുഃഖം മുഴുവൻ. അടുത്തടുത്ത് വരുമ്പോഴാണ് നമ്മളറിയാം. ഓരോരുത്തരെ പരിചയപ്പെട്ട് വരുമ്പോഴാണ് നമുക്കറിയാൻ സാധിക്കുക ഓരോരുത്തരും അനുഭവിക്കുന്ന ദുഃഖങ്ങൾ എത്രയാണ്. ഇനി അതിൽ നിന്ന് കരകയറാൻ്റെ മാർഗം ഒന്ന് മാത്രമുള്ളൂ. ഭാഗവതത്തിൽ കൂടി ആ ഈശ്വരനെ ബ്രഹ്മത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്നു. പരം സത്യം ധീമഹി. പരമായിരിക്കുന്ന ആ സത്യത്തിനെ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ ധ്യാനിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം തുടങ്ങുക. ഈ പ്രപഞ്ചത്തിന് മുഴുവനും ജന്മ ലയങ്ങളായിട്ട് നിൽക്കുന്ന ഇതിനെല്ലാം പരിപാലിക്കുന്ന അസച്ചിദാനന്ദ വസ്തു അത് ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ട് ബ്രഹ്മഹൃദായ ആദികവയെ ആദികവിയായിരിക്കുന്ന ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ട് ഈശ്വര തത്വം വെളിപ്പെടുത്തി കൊടുത്തു. ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഈശ്വര തത്വം അത് തന്നെയേ ഇവിടെ ഉള്ളൂ ഈ ലോകത്തിൽ. എന്തെന്ത് കാണുന്നുണ്ടോ അതൊന്നും കാണുന്നത് നാരായണ പ്രതിമ. അതെല്ലാം പരമമായിരിക്കുന്ന അസത്യം തന്നെയാണ്. ഓരോ അൻപിലും അത് നടന്നിരിക്കണം. അത് മനസ്സിലാക്കിയിട്ട് എന്ത് വേണം? ആ ഭഗവാനിൽ നിഷ്കാമമായിരിക്കുന്ന ഭക്തി നമുക്കുണ്ടാവണം. നമ്മുടെ ഭക്തിയൊക്കെ എങ്ങനെയുള്ളതാണ്? എല്ലാം കാമ്യഭജനമാണ്. നമ്മൾ എന്തിനും ഭഗവതിയെ ഭജിക്കണം, എന്തിനും ഗുരുവായൂരപ്പനെ ഭജിക്കണം, എന്തിനും
മനസ്സിൻ്റെ പേരിലൊക്കെ നമുക്ക് ലക്ഷ്യമുണ്ട്. എൻ്റെ ലക്ഷ്യം എന്തെങ്കിലും കാര്യം സാധിക്കണം, അതാണ് നമ്മുടെ കാര്യം. എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവതിയെ തൊഴാൻ വരുന്നതെങ്കിൽ ഭാഗവതം പറഞ്ഞു ഈശ്വരഭജനം അതിനുള്ളതല്ല, പിന്നെയോ നമ്മൾ അതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ആ തരമായിരിക്കുന്ന സത്യമാണ്, ഈശ്വരനാണ് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ലയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ജീവിതം. അതാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. നമുക്ക് തരമായിരിക്കുന്ന ലക്ഷ്യവും അത് തന്നെയാണ്. അതിനെന്ത് വേണം? മറ്റൊന്നും മോഹിക്കരുത്. അമ്മയെ സേവിക്കാൻ മാത്രം മതി. ഒന്നും മോഹിക്കാറുണ്ട്. അമ്മയോട് ഒരു അമ്മയ്ക്ക് എങ്ങനെയാണോ തൻ്റെ കുഞ്ഞിനോട് ഉള്ള സ്നേഹം, എങ്ങനെയാണോ ഒരു നദി സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത്, അതേപോലെ നമ്മുടെ മനസ്സും എന്തായിത്തീരണം? ഭഗവാനിലേക്ക് എത്തിച്ചേരണം. ആ ഒരു ധർമ്മത്തിനെ ഭാഗവതം നമുക്ക് പറഞ്ഞു തരണം. പ്രോക്ഷിത കൈതവുമായിരിക്കുന്ന ആ ധർമ്മത്തിനെ ഭാഗവതം നമുക്ക് പറഞ്ഞു തരണം. എന്നിട്ട് പറയാണ്, എപ്പോഴൊക്കെയാണ് നമ്മുടെ മനസ്സ് നിഷ്കാമമായിട്ട് ഈശ്വരനിലേക്ക് എത്തിച്ചേർന്നത്, ആ നിമിഷം അവരുദ്ധി ശുശ്രൂഷിക്കൽ അപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരൻ പ്രസാദിക്കും എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഈശ്വരനെ കണ്ടവരാണ് എത്രയെത്രയോ സജ്ജനങ്ങൾ സദാം, എത്രയെത്രയോ നിർമ്മത്സരന്മാരായിരിക്കുന്ന മത്സരദേശമില്ലാത്ത എത്ര ഭാരതീയ ഋഷീശ്വരന്മാര്. അവരതുകൊണ്ട് എഴുതി വെച്ചു, ഈശ്വരനെ ഭജിച്ചോളൂ, ഒന്നും മോഹിക്കണ്ട, അണാന്ന് വിളിച്ചോളൂ, അണാന്ന് വിളിച്ചോളൂ, അത് മാത്രം മതി, നാവൊന്നു വേണ്ടു. ഹരിനാരായണായ നമ. ഒരു കോടി കോടി തവ തിരുനാമമുള്ളവരിൽ അരുതാത്തതില്ല. ഹരിനാരായണായ നമ. പരിഹാരത്തില് പൂജകളും ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ പിന്നിലാണ് അതിൻ്റെ സ്ഥാനം. കാരണം അതിനൊന്നും മനഃശുദ്ധി ഉണ്ടാവില്ല, ക്രിയാശുദ്ധി ഉണ്ടാവില്ല, മന്ത്രശുദ്ധി ഉണ്ടാവില്ല, സ്ഥലശുദ്ധി ഉണ്ടാവില്ല, ദ്രവ്യശുദ്ധി ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ശുദ്ധിയൊന്നും ഇല്ലാത്തടത്തോളം, വേണ്ടമാതിരി പാലിക്കാൻ പറ്റാത്തടത്തോളം ആ വക കർമ്മങ്ങൾക്കൊക്കെ പിന്നോട്ട് സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. കഠിന അധർമ്മമിത്രേണ ധരേയം ബാധിതാകുന്ന. ഈ കലികാലത്തില് അധർമ്മം കൂടി വരും. കണ്ടില്ലേന്ന് പണ്ടൊന്നും അമ്മമാരും കുഞ്ഞുങ്ങളെ കൊല്ലാതെ വരില്ല. കാരണം 10 മാസം കൊണ്ട് നടന്ന് പ്രസവ വേദന ഇട്ട് ആ കുട്ടിയെ കാണുമ്പോൾ അമ്മ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഇപ്പം എന്ത് കാണുന്നു നമ്മൾ നിത്യവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അമ്മ കുട്ടിയെ കൊന്നു, കുട്ടിയെ കൊന്നു. ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ വയ്യാത്ത കാര്യം അല്ലേ? ഇതാണ് അധർമ്മം. അപ്പോൾ എവിടെ വരെ എത്തി അധർമ്മം എന്ന് ചോദിച്ചാൽ എവിടെയും അധർമ്മത്തിൻ്റെ വ്യാപമാണ്. അത് കൂടി വരികയല്ലാതെ കൊണ്ട് ഇനി ഒരിക്കലും കുറയില്ല എന്നർത്ഥം. ഇനി വേണ്ടാന്ന് വയ്ക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മൾ വേണ്ടാന്ന് വെച്ചാലും നമ്മളെ കൊണ്ട് കടി അത് ചെയ്യിക്കും. ആ കഥയാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരിക. അപ്പോഴും നമ്മുടെ മനസ്സിനെ ആ അധർമ്മത്തിൽ നിന്ന് കരകയറ്റാൻ എന്ത് വേണം? എന്നാണ് ഗുരുപാസന. ആ ഗുരുപാസനയെ കൂടി ഗുരുവായൂരപ്പെട്ട ശ്രീവാദത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പരീക്ഷിച്ച് എന്ന ഒരാളെ കൊണ്ട് കാണിച്ചു തരുന്നത്. ആ പരീക്ഷിച്ച് ആരെയാണ് ആശ്രയിച്ചത്? ശുഭമുഖാത് അമൃതദ്രവസ്നേഹം പിബത ഭാഗവതം രസമാലയം. ശ്രീശുമൻ എന്ന ഒരു മഹാത്മാവിനെ ആശ്രയിച്ചു. ആരാണ് ശ്രീശുമൻ എന്ന് പറഞ്ഞാൽ തന്നെ വേദവ്യാസന്റെ പുത്രനായിട്ട് സാക്ഷാൽ മഹാദേവൻ തന്നെ അവതരിച്ചു, വംശാവതാരം ചെയ്തു. എന്തിനാണ്? ശ്രീകൃഷ്ണ കഥകൾ പാടാൻ, ഭാഗവതം പാടാൻ. എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതിയത്ര അദ്ദേഹം വേദവ്യാസൻ. പുരാണങ്ങൾ അനവധി എഴുതി, വേദത്തിനെ വിഭജിച്ചു, ഉപനിഷത്തുകൾ എഴുതി, ആരണ്യകങ്ങൾ, ബ്രാഹ്മണങ്ങൾ എന്ന് വേണ്ട സംഹിതകൾ, എന്തെല്ലാം നമുക്ക് വേണ്ടി വേദവ്യാസൻ എഴുതി വെച്ചിട്ടും നമുക്കിപ്പോൾ എൻ്റെ പ്രയോജനം? നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. കാരണം എന്താ? നമ്മളതൊന്നും വായിക്കാനും പോകുന്നില്ല, പഠിക്കാനും പോകുന്നില്ല. അങ്ങനെ അദ്ദേഹം പുരാണങ്ങളൊക്കെ എഴുതി അവസാനം ശ്രീനാരായണ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഭാഗവതം പുരാണം എഴുതി വെച്ചപ്പോൾ ശ്രീശുകൻ സുഗോനാമ മഹാദേവ സ്വരൂപാനന്ദ തത്ര
തന്റെ സ്വരൂപത്തിൽ തന്നെ ലയിച്ചിരിക്കുന്ന അദ്ദേഹം എത്രയോ സർവശാസ്ത്ര വിശാലത, ശുഭരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാലത, എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച് അതിനെ വിശകലനം ചെയ്ത് അതിൻ്റെ രസം, അതിൻ്റെ ആനന്ദം ഉൾക്കൊണ്ടുകൊണ്ട് നടക്കുന്ന ആളാണ് അദ്ദേഹം. അവസാനം കണ്ടെത്തി വേദവ്യാസൻ എടുത്തു വെച്ച ഭാഗവതം. ആ ഭാഗവതം കണ്ടോടുകൂടി അദ്ദേഹത്തിന് തോന്നി, ഇനി എന്തിന് മറ്റൊരു ഗ്രന്ഥം, ഇതിലും ശ്രേഷ്ഠമായിട്ട് മറ്റൊന്നും കിട്ടാനില്ല എന്ന് തോന്നി അദ്ദേഹം ആ ഭാഗവതത്തിനെ ഉൾക്കൊള്ളുക മാത്രമല്ല, ഭാഗവതത്തിന്റെ ഓരോ ശ്ലോകത്തിലും ദർഭാപീഠം നരവരവപു കർമ്മയോഗം നികാരം വിഭ്രദ്വാസകനകകപിശം വൈജയന്തീം ജമാല ഗ്രന്ഥാൻവേണോ അധരസുതയാ പൂരേൻ കോപഹൃദൈ വൃന്ദാരണ്യം സ്വരമണം കാവിശൽ ഗീതകീർത്തി പുഷ്കാൽ കണ്ടും പിണച്ചാത്തിരും ഭഗവനം ദക്ഷിണേ ചാച്ചുവച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമത പിടിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പിടിച്ചൂടി കരിമുടി വടിവും കൊണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതി കളിയാടിയിടുവാൻ കൈതൊഴുന്നേൻ. വേടുകാലം കഴിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെ, വേണുഗോപാലമൂർത്തിയെ ഭാഗവതം ഓരോ ശ്ലോകത്തിലും അത് കണ്ടതോടുകൂടി ആ ശ്രേഷ്ഠനെ മനസ്സിലാക്കി, ഇനി മറ്റൊന്നും വേണ്ട, ശ്രീമൽ ഭാഗവതാഖ്യമയം ഈ ഭവസാഗരത്തിൽ നിന്ന് മുക്തി നേടാൻ ഈ ശ്രീമൻ ഭാഗവതം അർത്ഥമതി. കാരണം പ്രത്യക്ഷ കൃഷ്ണയേമഹി, ശ്രീകൃഷ്ണന്റെ വാങ്മയ സ്വരൂപമാണ് ഭാഗവതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ആ ഭാഗവതം പാടാൻ തുടങ്ങി. അത് പാട് മാത്രമല്ല, നമ്മളോട് പറഞ്ഞു, രസികാഭൂമിഭാവുകാഹ, ഹേ ഭൂമിയിലെ ഭാഗ്യവാന്മാരെ, ആസ്വദിച്ച് പാടൂ ഭാഗവതത്തിനെ. ഭാഗവതം രസിച്ച് കഴിച്ചുകൊള്ളണം. ആഹാരമൊക്കെ കഴിക്കുമ്പോൾ എന്ത് വേണം? രസമായിട്ട് ഇത് കഴിക്കണം. ഉണ്ടായി പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ആഹാരമൊക്കെ കഴിക്കുമ്പോൾ മറ്റ് ശ്രദ്ധയുണ്ടായിരുന്നില്ല. നമുക്ക് ആഹാരത്തിന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നിലത്തിരുന്ന ആഹാരം കഴിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ വേറെ ഇന്നത്തെ ആഹാരം നന്നായിട്ടാണ് വേറെ ഇങ്ങനെയായിട്ട് മാറും. ഇപ്പം എന്ത് വേണമെന്ന് വെച്ചാൽ ആഹാരത്തിനെ വഴങ്ങിക്കൊണ്ട് ഓരോ കഴിക്കുമ്പോഴും നമ്മളൊന്ന് തുന്നി ഒന്ന് തല കൊണ്ടുകൊണ്ട് ആഹാരം കഴിക്കാം. അതിനാണ് ആഹാരം കഴിക്കുന്നതിൻ്റെ ഒരു മഹിമ. അതുകൊണ്ട് എന്തുണ്ടാവും? ഓരോ കറികളുടെയും ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് അത് വേണ്ട മാതിരി കഴിച്ചിരുന്നൊരു കാലം. അതുകൊണ്ട് എന്തുണ്ടായി? പുഷ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ ആഹാരം കഴിച്ചിട്ട് നേരെയാവാത്തത് നമ്മൾ ആഹാരം കഴിക്കുന്നത് രോഗമായിട്ട് കാണും. അതെൻ്റെ രോഗമായി പറഞ്ഞു കൊടുക്കുന്ന ആഹാരം കഴിക്കേണ്ട, ആഹാരം നിയന്ത്രിച്ചോളൂ. വേണ്ട മാതിരി നിയന്ത്രിച്ചാൽ എന്തുണ്ടാവും? മരുന്ന് കുറയ്ക്കാം. അല്ലെങ്കിൽ എന്തുണ്ടാവും? ആഹാരം പോലെ മരുന്ന് കഴിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇന്ന് ഭോഗസുഖങ്ങൾ ഭൂമിയായിട്ട് മാറി രോഗങ്ങൾ കണ്ണിയായിട്ട് മാറുന്ന എന്തുകൊണ്ടാവും? നാളെ ഇങ്ങനെ ജയിക്കാൻ സാധിച്ചില്ല. അതേപോലെ തന്നെ ഇവിടെ ഭാഗവതവും നമുക്ക് പറഞ്ഞു തരുന്നു, ഈ നാടിനെ ജയിക്കാനുള്ള ഏറ്റവും നല്ല മാറ്റം എന്താ? ഇപ്പത്തെ ഭാഗവതം രസം മുഹുരഹോ എന്തും പറയാൻ കൊണ്ടുവന്ന അതിനെ കൊണ്ട് ഈ ഭാഗവത രസം ഒന്ന് മുറിഞ്ഞു നോക്കൂ. എപ്പോഴെങ്കിലും ഒരല്പം രുചിക്കാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായാൽ അത് മാത്രം മതി, ഒന്നും ആവശ്യമില്ല. ആ ഭാഗവത രസത്തിനെ അറിയാൻ വേണ്ടിക്കൊള്ളാമെന്ന് തോന്നുന്നു. ബ്രഹ്മദേവൻ ഉരുട്ടിക്കൊടുത്തതായിരിക്കുന്ന നേമി എവിടെയാണോ പൊടിഞ്ഞ് പൊടിയായി തീർന്നത്, നേമി ശീലം എന്നായിരിക്കുന്ന ആ നൈമിഷാരണ്യത്തില് കർമ്മയജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്ന 88,000 തരം ശവണകാലത്ത് ഋഷീശ്വരന്മാര് അത് കർമ്മയജ്ഞം നടത്തുമ്പോഴും അവരുടെ മനസ്സ് മുഴുവനും എന്ന് മാത്രമായിരുന്നു, ജനങ്ങൾക്കെല്ലാം നന്മ വരാൻ എന്ത് വേണം? ഒരേ ഒരു ചിന്ത, അത് മാത്രം. ശ്രേയ തന്നെ ശംസിത് മത്സി, ജനങ്ങൾക്ക് മുഴുവനും ശ്രേയസ്സുണ്ടാവണം, ക്ഷേമമുണ്ടാവണം. അതിനുള്ള മാർഗം എന്താണ്? അത് മാത്രമേ അവർക്ക് മോഹമുള്ളൂ. അത് മാത്രമല്ല, ആപന്ന സംസ്കൃതിയും ഘോര എന്നാമൗഷോഗ്രഹം തപസ്
വിഭേദി സ്വയം ഭയം. വലുതായിരിക്കുന്ന ആ കലിയുഗം വരണം. ഈ കലിയുഗത്തില് എത്ര ആളുകൾ കഷ്ടപ്പെടാൻ പോകുന്നു. ആ കഷ്ടപ്പാടിൽ നിന്ന് ജനങ്ങളെ മുഴുവൻ രക്ഷിക്കാനുള്ള മാർഗം എന്താണ്? അതിനൊരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ കഥകൾ കേൾക്കുക. അതിങ്ങനെ കേട്ടുകൊണ്ട് അഭാഖ്യാഹി ഹരേധീമൻ അവതാരകഥാസുഭാലീല വിദഗ്ധസ്ത്രീണം ഈശ്വരസ്യാത്മമായ പരം പുനർവിദഗ്ധ്യാം ഉത്തമശ്ലോകവിക്രമേ ശൃണ്വതാം ശൃണ്വതാം സജ്ഞാന സ്വാദു സ്വാദു പതേ പതേ. ഹേ സുൽത്താൻ, എത്ര രസമാണ് ഭാഗവതത്തിലെ ഓരോ അക്ഷരങ്ങളും. സ്വാദു സ്വാദു പതേ പതേ. ഓരോ കൂറ കഴിക്കുമ്പോഴും സ്വാദ് കുടി കുടി വരുന്നു, വിശപ്പടങ്ങുന്നു. അതേപോലെ തന്നെ ഇവിടെ പറയുന്നു, ഭാഗവതം ഓരോ ശ്ലോകങ്ങൾ എഴുതോറും ഓരോന്നോരോന്ന് പഠിച്ചു വരുമ്പോഴും ആനന്ദം ഹൃതി വർദ്ധേ. മനസ്സിൽ ആനന്ദം കുടി കൂടി വരുന്നത് മാത്രമല്ല, കേട്ടത് പോരാന്ന് തോന്നും. കർമ്മങ്ങളൊക്കെ പതുക്കെ അടങ്ങാൻ തുടങ്ങും. ഹൃദയത്തിന് ഭഗവാൻ മനോഹരമായിട്ട് പ്രകാശിക്കാൻ തുടങ്ങും. അതോടുകൂടി ഇനി ഒരു ജന്മം ഇല്ലാതെ ഉണ്ടായിത്തീരും. അതുകൊണ്ട് കർമ്മധാരൈവ അന്നവനും എത്രമാത്രം കർമ്മത്തിലേക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കണോ കേട്ടുകൊണ്ടേയിരിക്കണോ അത്രയും ഘോരമായിരിക്കുന്ന ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറാൻ സാധിക്കും. ജനങ്ങളെല്ലാം ദുഃഖം അനുഭവിക്കാൻ പോകുന്നു. ഗുരുനാഥ, ദുഃഖം അനുഭവിക്കാൻ പോകുന്ന ഈ ജനങ്ങൾക്ക് പരമശാന്തിയെ കൊടുക്കുന്ന ആ ഭാഗവതത്തിനെ നമുക്കൊന്ന് പറഞ്ഞു തരുന്നു. ഇത് കേട്ടതോടുകൂടി എന്തെന്നില്ലാത്ത സന്തോഷമായി സൂര്യന്. സൂര്യൻ ആരാണെന്ന് രോമഹർഷണന്റെ പുത്രനായിരിക്കുന്ന ഉഗ്രശ്രവസ്. അദ്ദേഹത്തിന്റെ ഗുണം എന്താണ്? വേദവ്യാസൻ തന്റെ ഗുരുനാഥനായിരിക്കുന്ന ശ്രീശുരനെ ഭാഗവതം പഠിപ്പിക്കുമ്പോൾ ഇതേപോലെ ഇന്ന് കേട്ടു ഒരു മൂലയ്ക്ക് പോയിരിക്കുക. എങ്ങനെയാണ് ഭാഗവതം കേൾക്കണം അല്ലേ? മുമ്പിൽ വന്നിരുന്നാലും നമുക്ക് ശ്രദ്ധയില്ലേ? അങ്ങനെ എന്താണ് ഒരു അമ്മ ചോദിച്ചു വെച്ചേ, രമണാശ്വരി ചോദിച്ചേ, ഗുരുനാഥ എനിക്ക് ഞാനൊന്ന് പോവാണ് വൃന്ദാവനം, കാശി, അതേപോലെ ദ്വാരക, ഇങ്ങനെ ശ്രീരംഗമുള്ള സ്ഥലത്തൊക്കെ ഒരു തീർത്ഥാടനം പോകാൻ. അവിടെയൊക്കെ പോയി ഇന്ന് ഈശ്വരഭജനം ചെയ്യാൻ പോവാണെന്ന് രമണാക്ഷി പറഞ്ഞു. വെറുതെ ഇങ്ങനെ അമ്മ അവിടെയൊക്കെ പോകണത് ഈ വയസ്സുകാലത്ത് അവിടെയൊന്നും പോയിട്ട് കാര്യമില്ല. കാരണം അമ്മ അവിടെ പോയാലും അമ്മയുടെ മനസ്സവിടെ കിടക്കും, കുടുംബത്തിൽ കിടക്കുകയാണ് അല്ലേ? എൻ്റെ കൊച്ചു മക്കളെ കുറിച്ച് കുഞ്ഞുങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ മകളുടെ കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയാണ്. ആ അമ്മയ്ക്ക് പെട്ടെന്ന് തോന്നി മകളെന്താ വന്നിട്ട് രക്ഷപ്പെട്ടില്ല, എന്തൊക്കെ ഞാൻ തീർത്ഥാടനം പോകാമെന്നാണ്. പോയി കഴിഞ്ഞാൽ മനസ്സവിടെ ഇരിക്കുകയോ? വൃന്ദാവനത്തിൽ പറ്റില്ല, കാശിയിൽ പറ്റില്ല, ഒരിടത്ത് പറ്റില്ല. മനസ്സെവിടെയായിരിക്കും? ഈ കുഞ്ഞുങ്ങളിലായിരിക്കും അല്ലേ? എന്തിനാ അമ്മ അവിടെ പോകുന്നത്? ഇവിടെ ഇരുന്ന് കുഞ്ഞിനെ കാണുന്ന സമയത്ത് എന്തായിട്ട് കാണണം? ഉണ്ണിക്കണ്ണനായിട്ട് കണ്ടോളൂ. മുക്കുകുത്തി വരുന്ന സമയത്ത് അത് കണ്ടാൽ നമുക്ക് എന്ത് തോന്നണം? കൃഷ്ണ വരുന്നത് തോന്നണം അല്ലേ? നാളെ കാണുന്ന സമയത്ത് അത് ഭഗവതിയായിട്ട് വെട്ടാട്ടമ്മയായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. നന്ദിയായി. അമ്മയെ കാണുമ്പോൾ ഭഗവതിയായിട്ട് കണ്ടാൽ അത് നന്നായി അല്ലേ? എന്നെ കണ്ടാൽ മാത്രം മതി. അച്ഛനെ കാണുമ്പോ മാതാ അച്ഛനെ കാണുന്ന സമയത്ത് മഹാദേവനായിട്ട് എല്ലാവർക്കും അന്നസായിട്ട് എത്ര ഭംഗിയായിരുന്നു അല്ലേ? അർത്ഥം മതിയെന്നാണ്. അപ്പോ ഈശ്വരനെ ഭരിക്കാൻ എവിടേക്ക് പോകണം എന്ന് ചോദിക്കുമ്പോൾ എവിടെ ഇന്നിട്ട് നമുക്ക് ഈശ്വരനെ ഭരിക്കാൻ മാത്രം മതി. അങ്ങനെ സൂതം പറഞ്ഞു, ഞാനൊരു മൂലയ്ക്ക് ഇരുന്ന് ശ്രീശ്വരനെ ഭാഗവതം പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു. അതുകൊണ്ട് എന്തെല്ലായി ഞാനും പഠിച്ചു ഭാഗവതം. ഇപ്പൊ എൻ്റെ ഹൃദയത്തിലും എൻ്റെ ഉള്ളൂ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ പുത്രാന്ന് വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കാണ്ട് പോയതായിരിക്കുന്ന ആ പുത്രന്റെ ശബ്ദം കേട്ടത് സർവഭൂത ഹൃദയം മുനി ആനന്ദോസ്മി. സകല ഭൂതങ്ങളും എന്റെ ശബ്ദം കേട്ടെങ്കിൽ ആ സർവഭൂതത്തിലും അറിയിക്കുന്ന ശ്രീശുരനായിരിക്കുന്ന ബ്രഹ്മത്തിനെ നമിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഞാൻ കേട്ടതിന്, ഞാൻ അറിഞ്ഞതിന് ഞാൻ പറഞ്ഞു തരാം. അല്ല
അല്ലാണ്ട് ഞാൻ എനിക്കെല്ലാം അറിയാൻ ഞാൻ പറഞ്ഞു തന്നതാ. എന്നെയോ ഞാൻ കേട്ടാൽ ഇനി പറഞ്ഞുതരാം. അത്ര പറ്റുള്ളൂ. ഇത് നമ്മൾ കേട്ടതിനെ പറഞ്ഞു കൊടുക്കാമെന്നല്ലാതെ കൊണ്ട് നമ്മൾക്ക് എന്താ അറിയാം, നമുക്കൊന്നും അറിയില്ലാണ്. അതുകൊണ്ട് അദ്ദേഹം ആദ്യം ഞാൻ പറഞ്ഞെന്താണെങ്കിലോ, നമ്മുടെ ഉള്ളിലുണ്ട് ഭഗവാൻ. ആ ഭഗവാനെ അറിയണം. അറിയുന്നത് തന്നെയാണ് ശരിയായിരിക്കുന്നത്. നമ്മുടെ ഉള്ളില് നമുക്ക് കണ്ണായിട്ട്, നാവായിട്ട്, ശബ്ദമായിട്ട്, ശബ്ദം ബ്രഹ്മമയി ചരാചരമയി, ശബ്ദമായിട്ട് നമുക്ക് കണ്ണെങ്കിൽ അതാരാണ്? നിർത്തിയിരിക്കുന്ന അമ്മയാണ് അല്ലേ? അമ്മ നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ശബ്ദം കേൾക്കാൻ സാധിക്കുക? ഈ വൈഖരിയായിട്ട് ഈ ശബ്ദം എങ്ങനെ പുറത്തേക്ക് വരുന്നു? വൈഖരീരൂപ അമ്മ നമ്മുടെ ഉള്ളിൽ ശബ്ദമായിട്ടിരിക്കുന്നു. നമുക്ക് കണ്ണ് കാണണമെങ്കിൽ എന്ത് വേണം? കണ്ണുണ്ടായിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇത് ആൾക്കാർ കാണാറില്ലേ? കണ്ണ് വിളിച്ച് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് എൻ്റെ കണ്ണില്ലേ അപ്പൊ കണ്ണ് ഉണ്ടായിട്ടില്ലേ പ്രയോജനം? ഒരു കണ്ണം ഉള്ളിൽ വേണം, ഉള്ളിൽ ഒരു ചൈതന്യം വേണം, ഒരു പ്രകാശം ഉള്ളിലുള്ളതുകൊണ്ടാണ് കണ്ണ് കാണാൻ സാധിക്കുന്നത്, ചെവിട് കേൾക്കാൻ സാധിക്കുന്നത്, മൂക്ക് കൊണ്ട് ശ്വസിക്കാൻ സാധിക്കുന്നത്, നാവ് കൊണ്ട് രുചി അറിയാനും പറയാനും സാധിക്കുന്നത്, ഹൃദയം പ്രവർത്തിക്കുന്നത്. ഈ രക്തക്കൊള്ളുകൾ എത്രയാ 72,000 നാഡീഞരമ്പുകൾ നമ്മുടെ ശരീരത്തിനുണ്ടെങ്കിൽ അതെല്ലാം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളിലിരിക്കുന്ന ഒരു ചൈതന്യമുണ്ടാകും. ആ ശിവ എപ്പം മാറിയോ അപ്പം നമ്മൾ ആരായിട്ട് മാറും? ശവമായിട്ട് മാറും അല്ലേ? അതിനെ അകേളാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇത് ശബ്ദതേ. അതിനെ ഓരോ കാലത്ത് ഓരോ പേരിട്ട് വിളിച്ചു. ഇന്നത്തെ കാലത്ത് നമ്മളോട് പറയാം ഭഗവതി ബ്രഹ്മാണെന്ന് പറഞ്ഞാൽ മതിയായിട്ട് എന്തൊക്കെ ബ്രഹ്മം ഒക്കെ അറിയില്ല അതിനെക്കുറിച്ച്. അതുകൊണ്ട് ഭഗവതി എന്ന് പറഞ്ഞാൽ എന്തായി? നമുക്ക് വേഗം ഓർമ്മ അവിടേക്ക് വരച്ച് വെച്ചിട്ടുണ്ട് ഭംഗിയായിട്ട് അല്ലേ? അവിടുത്തെ മേശാന്തി നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഭഗവതിയെ. അപ്പൊ എന്താണ് ഭഗവതി എന്ന് പറഞ്ഞാൽ? വാളും കർണാലയും ഒക്കെ ആയിട്ടിരിക്കുന്ന ദേവിയുടെ രൂപം നമ്മുടെ മനസ്സിൽ വരും. അല്ലെങ്കിൽ 2 കൈകൾ താമ്രപ്പൂവുമായിട്ടിരിക്കുന്ന മഹാലക്ഷ്മി, അല്ലെങ്കിൽ വീണാമാണിയായിരിക്കുന്ന സരസ്വതി, ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഓർമ്മ വരും അല്ലേ? കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായി? വൈദ്യുതി വെച്ച ഈ ഉണ്ണികൃഷ്ണനെ നമുക്ക് വേഗം ഓർമ്മ വരും അല്ലേ? അപ്പോ ആ രൂപത്തോട് കൂടിയിട്ട് അത് ബ്രഹ്മമാണെന്ന് പറഞ്ഞാലോ നമുക്ക് ഉള്ളിലില്ല. എന്താ ബ്രഹ്മം ഉണ്ടോ നമുക്കറിയില്ല. ഇനി പരമാത്മാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പിടിയുണ്ടോ? അപ്പോഴും നമുക്കറിയില്ല. പരമാത്മാവ് അതിനെക്കുറിച്ചും അറിയില്ല. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇത് ശബ്ദത്തെ. ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എന്ന് പറഞ്ഞാലോ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. മഹാദേവൻ എന്ന് പറഞ്ഞാലേ മതി നമ്മുടെ മനസ്സിലേക്ക് വേഗം ആ ജടയൊക്കെ വെച്ച് ആ ഗംഗയെയും ചന്ദ്രക്കലയും കൃഷ്ണനുകളും അങ്ങനെ ആ നാഗവും ഒക്കെ ധരിച്ചുകൊണ്ട് കുത്തോടും മാനത്തോടെ കുറിച്ച് ചൂടവും ഒക്കെ ആയിട്ടിരിക്കുന്ന ഭഗവാൻ മനോഹരമായിരിക്കുന്ന രൂപം വരും അല്ലേ? സോമ്യാവരമാന്ന് പറഞ്ഞാൽ മതി. സോമ്യാവരുടെ രൂപം നമ്മുടെ ഉള്ളിലേക്ക് വരികയായിരുന്നു. കണ്ണോളി കൃഷ്ണന്റെ കാര്യം പറഞ്ഞാൽ മതി. കണ്ണോളി കൃഷ്ണൻ മനസ്സിലേക്ക് വരികയായിരുന്നു അല്ലേ? ഇതെല്ലാം ഗുണങ്ങളെന്ന് അറിയത്തുള്ളൂ. പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ രൂപം വരും. അതുകൊണ്ട് ഭാഗവതം നമുക്ക് പറഞ്ഞു തരണം. ആ ഭഗവാനായിട്ട് കണ്ടോളൂ. എന്തിനാണ് ബ്രഹ്മമെന്ന് പരമാത്മാവെന്നൊക്കെ പറഞ്ഞത്? അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരൻ. ഇന്നത്തെ എന്ത് വേണം? ആ ഭഗവാൻ നമുക്ക് എന്തേ വേണ്ടത്? ധാരാളമായിട്ട് കേൾക്കണം. എൻ്റെ ഹൃദയത്തിലുണ്ട് ഭഗവാൻ എന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്മതാം സ്വകഥാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന. എത്രമാത്രം കണ്ണൻ്റെ കഥകൾ കേൾക്കുന്നുണ്ടോ, ഭഗവാന്റെ കഥകൾ കേൾക്കുന്നുണ്ടോ, അത്രയും നമ്മുടെ ഉള്ളിലെ നമ്മളെ ആ ഭഗവാനെ കാണിച്ചു തരാത്ത എന്തെല്ലാം ആഗ്രഹമായിട്ടുണ്ടോ അതെല്ലാം പതുക്കെ പതുക്കെ വിചാരിക്കുന്നുണ്ടാവും. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, ആശ്ചര്യം, അസൂയ, കുറ്റൽ, ശുഭ്, ഇതൊക്കെ ഇല്ലാത്തത് നമുക്കല്ലേ? നമ്മുടെ ദുഃഖത്തിന് കാരണം എന്താണെന്നറിയോ? മറ്റൊരാളൊന്നല്ല, പിന്നെ ആരാണ്? എൻ്റെ ഉള്ളിലില്ലാത്തത് എന്തേ ഉള്ളത്? എല്ലാം അസൂയയെ കുറിച്ച് പുഷ്പൊക്കെ നമുക്ക് അല്ലേ? അതൊക്കെ ഇവിടെ നമുക്ക് കാണാം. തൂന്ന് കടിയിരിക്കുന്ന ആൾക്കാർ കഴിയും. ആ തൂന്ന് വിട്ടിട്ട് അവർ മാറ്റി അതെന്നെ സ്ഥാനം അങ്ങനെയൊക്കെ അല്ലേ? ഒന്നും ഇല്ലാതെ പോയി. അപ്പോൾ പല സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നാളെ ഇതുപോലെ കണ്ട് ചില സ്ഥലങ്ങളൊക്കെ കാണുന്നത് തൂണ് ചില കസേര ഒരു സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തേന്ന് വെച്ചാൽ ഇവിടെ ഭാഗവതം പറയാം. ഈ സ്ഥാനമാനങ്ങളൊക്കെ പോകും. ഇതൊക്കെ എൻ്റെ വരണം വെച്ചാൽ ഞാൻ ഒരു ഭാവം ഉയർന്നു വരണം.
ഇങ്ങനെയൊക്കെയാണ് നമ്മൾ. ഇതൊക്കെ വേറെ ആരെങ്കിലും അതിനെ കാരണമാണോ? അല്ല, എൻ്റെ മനസ്സാണ്. അതുകൊണ്ട് ഈ മനസ്സൊന്ന് നേരെയായിട്ട് മാറണം. അതിന് എൻ്റെ വേണ്ടത് ശൃണ്വതാം സർവ്വതാം കൃഷ്ണ. നിരന്തരമായിട്ട് നമ്മുടെ ഭഗവാനെ കുറിച്ച് അമ്മയെ കുറിച്ച് കേൾക്കാം. കേട്ട് കുറെ കാലം കഴിയുമ്പോൾ ഉള്ളിലെ ആ കാമക്രോധാദികളൊക്കെ മാറും. സർവത്ര ശ്രീകൃഷ്ണ വാസുദേവ പരാവേദ ദേവാ. എല്ലായിടത്തും എന്തെന്ത് കാണുന്നുണ്ടോ അതെല്ലാം ഭഗവാനായിട്ട് മാത്രം കാണുമ്പോൾ വിദ്യതേ ഹൃദയഗ്രന്ഥി ചിന്യന്തേ സർവസംശയ ക്ഷിയന്തേ യാസ്യകർമാണി വിഷയവാത്മനീശ്വരേ. അതോടുകൂടി നമ്മുടെ ഉള്ളിലെ ആ ഹൃദയഗ്രന്ഥികളൊക്കെ പൊട്ടും. കാമക്രോധാദികളൊക്കെ മാറിക്കിട്ടുന്ന മാത്രമല്ല എല്ലാ സംശയങ്ങളും തീരും. അതോടുകൂടി കൃഷ്ണ ദേവാത്മനീശ്വരെ എന്തെന്ത് കാണുമ്പോഴും യാതൊന്നും കാണുന്നതും നാരായണ പതിമയാണെന്നു കേൾപ്പത് നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വത് നാരായണാക്ഷരങ്ങൾ യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും എല്ലാമെല്ലാം അങ്ങനെ കുറിച്ച് മാത്രമാവും, അമ്മയെ കുറിച്ച് മാത്രമായിട്ട് അല്ലേ? അപ്പോഴാണ് നമ്മുടെ ജന്മം സഫലമായി തീരാം. അതാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. എന്തിനാണ് ഇങ്ങനെ ഭാഗവതം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം നമുക്ക് ഓർമ്മയാണ്. എന്തെന്ത് കാണുമ്പോഴും എന്തെന്ത് പറയുമ്പോഴും എന്തെന്ത് കേൾക്കുമ്പോഴും കാക്കയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഈ കാക്കി കേൾക്കുന്ന എങ്ങനെ ശബ്ദം ഉണ്ടാവുന്നത്? ഉള്ളിലുള്ള ആളുകളുണ്ടാവില്ലേ? അമ്മ അതിൻ്റെ ഉള്ളിൽ ശരി അതിൻ്റെ ഉള്ളിലില്ലെങ്കിൽ ഈ കാക്കയ്ക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? എങ്ങനെ ഈ ശബ്ദം ഉണ്ടാക്കാൻ സാധിക്കും? ഒരു കൊതുകിന് ശബ്ദിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് പറക്കണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ഉള്ളിലുണ്ട് അല്ലേ? ഒരു മുട്ടയ്ക്ക് സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ഉള്ളിലും ഈ പ്രകൃതീശ്വരി നടന്നിരിക്കുന്നുണ്ട്. അപ്പൊ എവിടെയാണ് ഇല്ലാത്തത്? ചിത്തേത്തെ കൃഷ്ണേ ചിത്തേത്തെ കൃഷ്ണേ വദനേത്തെ കൃഷ്ണേ വക്രേത്തെ കൃഷ്ണ നയനേത്തെ കൃഷ്ണ സകലേത്തെ കൃഷ്ണ. കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും എല്ലാം ഈശ്വരമയമായിട്ട് ഒന്നാകാവും. നമുക്ക് കാലമുണ്ട്. ആദ്യമൊക്കെ ഒരു പ്രായം വരെ നമുക്ക് സ്വാതന്ത്ര്യ വിഷയങ്ങളെ ഇല്ലാതെ നമുക്ക് പറ്റില്ല. വ്യവഹാരത്തിൽ അതൊക്കെ വേണം. ഒരു പ്രായം കഴിഞ്ഞാൽ എന്ത് വേണം? ഇന്ന് നമുക്ക് പോകേണ്ട സമയമായിട്ടില്ലേ? ഇനി നമ്മൾ എന്ത് വേണം? ഇനി ദേഹത്തിനെ കുറിച്ചുള്ള ചിന്തകളല്ല വേണ്ടത്. ഇനി കുടുംബത്തിനെ കുറിച്ചുള്ള ചിന്തകളല്ല. ഇനി എന്ത് വേണം? എൻ്റെ കൂടെ എൻ്റെ ഭാര്യ വരില്ല, എൻ്റെ ഭർത്താവ് വരില്ല, എൻ്റെ മക്കൾ വരില്ല, എൻ്റെ ബന്ധുക്കളോ നാട്ടുകാരോ വരില്ല. എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കിയിട്ട് വരുമോ? ഒരു മുട്ടുസൂര്യ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും എൻ്റെ കൂടെ എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല അല്ലേ? എന്തിനു പറഞ്ഞു? ഞാൻ സ്നേഹിക്കുന്ന ഈ ശരീരം പോലും ഇവിടെ ഇട്ടിട്ട് വേണ്ടേ നമുക്ക് പോകാൻ. അപ്പോൾ കൊണ്ടുപോകാൻ പറ്റിയൊരു സാധനമുണ്ട്. എന്താണെന്നല്ലോ, ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ? അല്പ നേരമെങ്കിലും അമ്മയെ ഭരിക്കുന്നുണ്ടോ? ഹരേന്ന് വിളിച്ചിട്ടുണ്ടോ? കൃഷ്ണാന്ന് നാമം ജപിച്ചിട്ടുണ്ടോ? അമ്മാന്ന് വിളിച്ചിട്ടുണ്ടോ? ആ നാമജപത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. നമ്മളറിയാണ്ട് നമ്മുടെ ഉള്ളിൽ തൊങ്ങിക്കിടക്കും. നമുക്ക് ആവശ്യം വരുമ്പോൾ അത് നമുക്ക് വേണ്ടതിനെ തരും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ഈശ്വരഭരണം ചെയ്യാൻ ഇടവന്നാൽ എത്ര ആളുകളെ നമ്മൾ ഓർത്താലും അവരൊന്നും നമുക്ക് അന്ത്യകാലത്ത് ഗുണം ചെയ്യില്ല. നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാരൊക്കെയും വിട്ടുപിരിയുന്ന ആ ദുഃഖവേളയിൽ നാവുകുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ നാരായണ ഹരേ. വാർദ്ധക്യം വന്നെത്തി, വ്യാധിയും വന്നെത്തി, ചിത്തത്തിലക്കരുമേറിയല്ലോ. വ്യാകുല ചിന്തകൾ കൂട്ടമായെത്തിയിട്ടു ആകുലമാക്കുന്നു മാനസത്തെ. നാവുകുഴയാതെ നാമം ജപിക്കുവാൻ അമ്മേ അനുഗ്രഹമേകിടണേ. നാവുകുഴയാതെ നാമം ജപിക്കുവാൻ അമ്മേ അനുഗ്രഹമേകിടണേ. അമ്മേ നാരായണ
ദേവി നാരായണ ലക്ഷ്മി നാരായണ ഹരേ നാരായണ. അല്പനേരം എന്തും പറയുന്നതിന് അതിനെ കൊണ്ട് നന്ദി വിളിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഉള്ളിൽ വന്ന് കൂടിയിരിക്കുന്ന അഴുക്കുകൾ പതുക്കെ പോകും. മനസ്സിന് സന്തോഷം വന്നാൽ ജീവിതത്തിലെ സർവസുഖമയ ഭാഗവതത്തിന്റെ വാർത്തകളാണ്. എവിടെയും നമുക്ക് സുഖം അനുഭവിക്കാം. മനസ്സിലിരിക്കുകയാണെങ്കിൽ എവിടെയും നമുക്ക് ദുഃഖം മാത്രമായിരിക്കും. അതുകൊണ്ട് അസത്തായിരിക്കുന്ന ഈ മനസ്സിനെ അസതോമ സത്യമയ, സത്യം നിന്ന് സത്യത്തിലേക്ക് നയിക്കണം. ഇതിനാണ് ഭാഗവതം, അതിനാണ് ഈശ്വരഭജനം. ക്ഷേത്രദർശനങ്ങൾ, വഴിപാടുകൾ ഇതെല്ലാം തന്നെ മറ്റൊന്നും നേടാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ മനസ്സിലെ അസത്ത് ഭാവങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ്. അസത്ത് പോയാൽ സത്ത് തെളിയും. അതോടുകൂടി മനസ്സിനെ ആനന്ദമായിട്ട് ഭരിക്കും. ആ ആനന്ദമാണ് നമുക്ക് ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിർത്താം. കുറച്ച് കഴിഞ്ഞിട്ട് ആരംഭിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ രാമ